സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കെ എം ബഷീറിന് നീതി കിട്ടിയോ, അദ്ദേഹത്തിന് നീതി കിട്ടിയോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കെ എം ബഷീറിന് എന്നല്ല, ഒരുപാട് പേർക്ക് നീതി കിട്ടാനുണ്ട് മക്കളെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതി കിട്ടുന്നത് എപ്പോഴാണ്? ഇവരെയൊക്കെ ഈ കേസിൽ ശിക്ഷിച്ച് ആ ജയിലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ പുറത്തുള്ളവർക്ക് കാണുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതിയില്ല, അത് തന്നെയാണ് നീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവർക്കൊന്നും ജയിൽ ശിക്ഷ കിട്ടാത്തിടത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബഷീറിന് നീതി കിട്ടിയെന്ന് പറയാൻ കഴിയില്ല. അതായത് ആ ഒരു സ്ത്രീക്ക് ശരിക്കും ശിക്ഷ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അതായത് അവരുടെ കാറും എടുത്തിട്ടാണല്ലോ ഈ IAS ഓഫീസറെ കൂട്ടാൻ വന്നത്. അപ്പോൾ അവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഭർത്താവ് അവരെ ഒഴിവാക്കി, അവർക്ക് കുടുംബം നഷ്ടപ്പെട്ടു, അതായത് അവർക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നുമില്ല, അവരിപ്പോഴും ഒറ്റയ്ക്ക് ആരുമില്ലാതെ, ഒരാൾ പോലും അവരെ സഹായത്തിനില്ല. അങ്ങനെ എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരാളായിട്ടാണ് അവർ കഴിയുന്നത്. പക്ഷേ നേരെ മറിച്ച് ഈ IAS ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിവാഹമൊക്കെ കഴിച്ചു, അദ്ദേഹത്തിന് സസ്പെൻഷൻ കാലാവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ജോലി തിരിച്ചു കിട്ടി, അദ്ദേഹം വളരെയധികം സന്തോഷവാനായിട്ട് ഇങ്ങനെ കഴിയുകയാണ്. പക്ഷേ ഈ സ്ത്രീയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പുകയായിട്ട് പോയി. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എല്ലാവർക്കും ഓരോ മെസ്സേജ് വിടുമ്പോൾ രാത്രിയാവുമ്പോൾ എന്താണെന്നറിയാം, ഗുഡ് നൈറ്റ് എന്ന്. അവനവൻ്റെ കുടുംബമാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ എത്ര വട്ടം പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. എന്നിട്ട് ഈ നട്ടപാതിരക്ക് ഗുഡ് നൈറ്റ് വിടുക. എത്ര മണിക്ക്? 12:30 മണിക്കാണ് ഗുഡ് നൈറ്റ് വിടുന്നത്. ഗുഡ് നൈറ്റ് വിട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുഡ് നൈറ്റ് വരുമ്പോൾ എല്ലാ കോഴികളും ഉണരും എന്നുള്ളതാണ്. കാരണം എന്താണെന്നല്ലേ, ഇവൾക്ക് എന്താ ഇവൾക്ക് ഉറക്കില്ലേ? ഇവൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാം, എല്ലാം എൻ്റെ കൂട്ടുകാരികളാണ്, എല്ലാം എൻ്റെ ചെങ്ങായിമാരാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ അവിടെ വിചാരിക്കുന്ന ഈ ആൺകോഴികൾ വിചാരിക്കുന്നത് എന്താണെന്നറിയില്ലേ, ഈ മെസ്സേജ് അങ്ങ് കിട്ടുമ്പോൾ എല്ലാ കോഴികളും അപ്പോൾ ഉണരും. ഈ വഫ ഫിറോസ് അവൾക്ക് ഉറക്കമില്ലേ, അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുക. ഏതായാലും ഒരു മെസ്സേജ് വിട്ടു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന IAS ഓഫീസർ അപ്പോൾ തന്നെ ഇങ്ങോട്ട് മെസ്സേജ് വിട്ടു, കാറുണ്ടോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുകയാണെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. നമുക്കറിയില്ല. ഏതായാലും സ്ത്രീ അപ്പോൾ തന്നെ കാറും എടുത്ത് പോയി. 12:30 മണിക്ക് നേരെ കാറും എടുത്ത് പോകുമ്പോഴേക്ക് ഇദ്ദേഹം നല്ല ഫിറ്റിലാണ്. അങ്ങനെ ആ വണ്ടിയിൽ കയറിയിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ സ്ത്രീയോട് പറഞ്ഞു, നീ ഇങ്ങ് സൈഡിലോട്ട് മാറി നിൽക്ക്, ഞാൻ വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന IAS ഓഫീസറാണ് പിന്നീട് വണ്ടി ഓടിക്കുന്നത്. അദ്ദേഹം അമിത സ്പീഡിലങ്ങ് ഓടിക്കുമ്പോൾ മാധ്യമപ്രവർത്തകനായ KM ബഷീർ അദ്ദേഹം ജോലിക്ക് കഴിഞ്ഞു വരികയാണ്. അദ്ദേഹത്തിൻ്റെ 2 വീലർ ഒരു സൈഡിൽ വെച്ചിട്ട് ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വണ്ടി വന്നിട്ട് ഈ വണ്ടിയെയും ഈ 2 വീലറിനെയും അതുപോലെ ബഷീറിനെയും ഇടിച്ച് തെറിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഈ ശ്രീരാം പുറത്തിറങ്ങി അദ്ദേഹത്തെ കോരിയെടുത്തു. അതിനുശേഷം ഇവരുടെ കാറിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് നോക്കി, കഴിയുന്നില്ല. അപ്പോഴാണ് ഒരു സ്കൂട്ടർ വരുന്നത്. ആ സ്കൂട്ടറുകാരൻ്റെ പുറകിലിരുത്തി കൊണ്ടുപോകാൻ നോക്കി, അതും കഴിയുന്നില്ല. അങ്ങനെ അവിടെ വച്ചപ്പോഴേക്കും പോലീസുകാർ വന്നിരുന്നു. പോലീസുകാർ വന്നപ്പോഴെന്താണ് സ്ഥിതി? പോലീസുകാർ വന്നപ്പോഴേ ആദ്യം സല്യൂട്ട് ചെയ്തത് ഈ ശ്രീരാമിനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IAS ഓഫീസറല്ലേ ഇരിക്കുന്നത്. അതുമാത്രവുമല്ല, കേരളത്തിലെ അപ്പോഴൊക്കെ ചർച്ചയായിട്ടുള്ള ഒരു IAS ഓഫീസറാണ്, എല്ലാവരുടെയും ഹീറോ ആണ്. ഈ ദേവികുളം പോലെയുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് അവിടെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചതിൻ്റെ പേരിൽ എല്ലാ പൊതുജനങ്ങൾക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ഈ IAS ഉദ്യോഗസ്ഥനെ. അദ്ദേഹമാണെങ്കിൽ IAS പരീക്ഷയിൽ 2ാം റാങ്കോടുകൂടി പാസ്സായ ഒരു വ്യക്തിയാണ്. ഏത് സാധാരണക്കാരനും IAS എടുക്കാമെന്ന് ഇദ്ദേഹത്തിൻ്റെ പഠിത്തത്തിലൂടെയാണ് ഒരുപാട് പേർക്ക് ധൈര്യം കിട്ടിയത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു IAS ഓഫീസറാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഏതായാലും അപ്പോൾ തന്നെ ഈ സ്ത്രീയെ അവർ പെട്ടെന്ന് തന്നെ ഒരു ഊബർ വിളിച്ചിട്ട് വീട്ടിലേക്ക് അയക്കുകയാണ്. അതൊരു ചതിയാണെന്ന് ഈ സ്ത്രീക്ക് അറിയില്ല. അങ്ങനെ ഏതായാലും പോലീസുകാർ അങ്ങനെ അത് വിട്ടു. ഇപ്പോൾ സ്ത്രീ വീട്ടിൽ പോയി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർക്കൊരു കോള് പോയി, നിങ്ങളാണ് ഈ കേസിലെ 1ാം പ്രതി എന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് ആ സ്ത്രീ ഓടി വന്ന്, എങ്ങനെ ഞാൻ 1ാം പ്രതിയാകും? ഞാൻ സൈഡിലല്ലേ ഇരുന്നത്, കാർ എൻ്റേതാണ്, പക്ഷേ ഓടിച്ചത് ഇദ്ദേഹമാണ് എന്ന് ഈ സ്ത്രീ പറയുകയാണ്. പക്ഷേ അതിന് മുന്നേ തന്നെ ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന IAS ഓഫീസർ ആ ഒരു സ്ത്രീയെയും ചതിച്ചിരിക്കുന്നത്. കാരണം അവരാണ് വണ്ടി ഓടിച്ചത്, ഞാനല്ല വണ്ടി ഓടിച്ചത് എന്ന് അവരോട് പറയുകയാണ്. അവർ 2 മണിക്ക് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാനല്ല ഓടിച്ചത്, ഇദ്ദേഹമാണ് സ്പീഡ് ഓടിച്ചത്, ഞാനല്ല. അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ 9 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഈ അപകടം നടന്നിട്ട് ബഷീർ മരിക്കുകയും ചെയ്തു.
9 മണിക്കൂറിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് വല്ലതും കിട്ടുമോ എനിക്കറിയില്ല. 9 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ? ഏതായാലും പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം അങ്ങ് ഇളകി എന്ന് തന്നെ പറയേണ്ടി വരും. ഭയങ്കരമായിട്ട് കത്തി പടർന്നു. അതായത് ഈ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ഒരു IAS ഓഫീസറും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയായ വഫ ഫിറോസ് എന്ന് പറയുന്ന യുവതിയും. എനിക്ക് തോന്നുന്നത് അന്നത്തെ ആ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തത് ഗൂഗിളിൽ ഈ വഫ ഫിറോസ് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ പറഞ്ഞു ദുബായിലെ വലിയ ബിസിനസ്സുകാരിയാണ്, അല്ല ചില ആൾക്കാർ പറഞ്ഞു ബഹ്റിനിലെ ബിസിനസ്സുകാരിയാണ് എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പിന്നെ ഓരോ മാധ്യമങ്ങളിലും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഏതായാലും വഫ ഫിറോസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. വഫ ഫിറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബിയിലുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യ തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് അവർ, കാവടിയാറിലാണ് അവർ താമസിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നു. അങ്ങനെ ഈ സ്ത്രീയെയും പ്രതിയാക്കുകയാണ്. ഈ സ്ത്രീയും ജയിലിൽ കിടക്കേണ്ടി വന്നു. ശ്രീറാം വെങ്കിട്ടരാമനും ജയിലിൽ കിടക്കേണ്ടി വന്നു. ശ്രീറാം വെങ്കിട്ടരാമൻ പക്ഷേ ജയിലിൽ കിടന്നില്ല. അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത്. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും ഭയങ്കരമായിട്ട് കമ്പനിയുള്ള ഒരു ഹോസ്പിറ്റലാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് പണ്ട് ബാലകൃഷ്ണ പിള്ളേനെ ശിക്ഷിച്ചതല്ലോ. അങ്ങനെ ബാലകൃഷ്ണ പിള്ളക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് വന്നത്. ഡോക്ടർമാർ അവിടെ പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കും. അന്ന് ബാലകൃഷ്ണ പിള്ളക്ക് കണ്ടുപിടിച്ച രോഗം തുരുമ്പ് രോഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ തുരുമ്പ് അങ്ങനെ എന്തോ ഒരു രോഗം. ആ രോഗം വന്നിട്ട് ബാലകൃഷ്ണ പിള്ള അങ്ങനെ ഗുരുതരാവസ്ഥയിൽ അവിടെ കിടക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ബാലകൃഷ്ണ പിള്ള എണീച്ച് വരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ശ്രീറാം വെങ്കിട്ടരാമനും അവിടെ ഒരു സുഖവാസ ചികിത്സ. അതായത് പേരിന് ജയിലിലാണ്, റിമാൻഡിലാണ്, പക്ഷെ ഇവിടെയാണ് ഈ കിടത്തം. അങ്ങനെ സുഖമായിട്ട് അവിടെ കിടക്കുമ്പോഴാണ് കോടതി ഇടപെട്ടിട്ട് വീണ്ടും സബ് ജയിലിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോഴേക്കും ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് എല്ലാവരും അതല്ലേ ശ്രമിക്കുള്ളൂ, IAS ഉദ്യോഗസ്ഥനല്ലേ. അപ്പോൾ IASൻ്റെ ആൾക്കാരും IPSൻ്റെ ആൾക്കാരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുമല്ലോ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ. അങ്ങനെ എന്തായി കഴിഞ്ഞാലും ആ കേസ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ വഫ ഫിറോസിനെ ഒഴിവാക്കിയിട്ടുണ്ട് കേസിൽ നിന്ന്. വഫ ഫിറോസിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പോൾ ഫിറോസിൻ്റെ പിന്നെ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ കൂടെ മാത്രമേ കേസുള്ളൂ. അത് മനഃപൂർവ്വമല്ല എന്ന നരഹത്യ തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിണറായി വിജയൻ ഗവൺമെൻറ് ഇദ്ദേഹത്തെ ആലപ്പുഴ ജില്ലാ കളക്ടറായിട്ട് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ ഭയങ്കര പ്രതിഷേധമായിരുന്നു, ഭയങ്കര പ്രതിഷേധമായിരുന്നു. അങ്ങനെ 7 ദിവസം കൊണ്ട് ആ ഒരു ജില്ലാ കളക്ടർ സ്ഥാനം മാറ്റിയിട്ട് സപ്ലൈകോയിലേക്ക് വേറൊരു ഇതായിട്ട് എന്തോ ജനറൽ മാനേജർ അങ്ങനെയായിട്ട് മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് കളക്ടർ സ്ഥാനം കൊടുക്കാതെ വേറൊരു സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബഷീറിന് നീതി കിട്ടിയോ ചോദിച്ചു കഴിഞ്ഞാൽ ബഷീറിന് ഒരിക്കലും നീതി കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ബഷീറിന് നീതി കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇയാളെ ശിക്ഷിച്ച് ഇയാളെ ജോലിയൊക്കെ പോയി ഇയാളിങ്ങനെ തേഞ്ഞൊട്ടിയിരിക്കണമായിരുന്നു. പക്ഷെ അതല്ലല്ലോ ഇവിടെ സംഭവിച്ചത്. അയാളിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് നല്ല സുഖത്തിൽ ജീവിക്കുകയാണ്. ആ പാവ സ്ത്രീയുടെ അവസ്ഥയാണ്. അവർക്ക് ഭർത്താവും ഇല്ല, മക്കളും ഇല്ല. ഭർത്താവും ഒഴിവാക്കി, മക്കളും ഒഴിവാക്കി, വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, നാണം കെട്ട് എന്ത് പറയാനാണ്. അവർ ജയിലിലും കിടക്കേണ്ടി വന്നു. ഈ ഒരൊറ്റ ഗുഡ് നൈറ്റ് അയച്ചതാണ് പ്രശ്നം വന്നത്. ഈ ഗുഡ് നൈറ്റ് അയക്കുന്ന സ്ത്രീകളോടൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബമാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്. അതിൽ വലുതൊന്നുമില്ല. ഒരു കാമുകനും നിങ്ങളുടെ രക്ഷയ്ക്കെത്തൂല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിന്നീട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളും ഭർത്താവും ഇല്ലാതെ ബന്ധുക്കളും ഇല്ലാതെ നിങ്ങൾ അനാദിയായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചോര തിളപ്പുള്ള കാലത്ത് എല്ലാവരും ഉണ്ടാവും നമ്മളെ കൂടെ, ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരുപാട് നാൾ കഴിയുമ്പോൾ ഇല്ലേ, നമ്മുടെ വയസ്സൊക്കെ കുറച്ച് കൂടുമ്പോഴില്ലേ പിന്നെ നമ്മളുടെ കൂടെ വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോഴാണ് നമ്മളിങ്ങനെ ഭർത്താവിനെ കുറിച്ച് ആലോചിക്കുക, മക്കളെക്കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ 13 വയസ്സുള്ള മകൾക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 21 വയസ്സായിരിക്കും. ഇപ്പോൾ അവരൊന്ന് തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴുണ്ടാകുന്നൊരു വേദനയുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ആ സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും മറ്റവൻ നല്ല സുഖമായി, ഓനെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ലൈനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.